ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ മഴ വെയിൽ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു, അപ്പോൾ തുണിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടി. ഇപ്പം എന്നിട്ട് ആദ്യം മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ നോക്കാം കേട്ടോ. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലൊന്നാണ് സ്വിസ് ബ്യൂട്ടിയുടെ പോപ്പ് ഐ സ്റ്റൈൽ ലൈനർ. അടിപൊളിയാണ്. പേര് പറയണ പോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ കുറേ പ്രോഡക്ട്സിന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ വിലേനെക്കാട്ടിലും കുറേ കൂടി ബെറ്റർ പ്രോഡക്ട്സ് തരണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ ഐബ്രോ പ്രോഡക്റ്റ് ഭയങ്കര സൂപ്പർവാണ് കേട്ടോ. അത്യാവശ്യം വില കൂടിയ ബ്രാൻഡ്സിൻ്റെ ഐബ്രോ പ്രോഡക്റ്റിൻ്റെ അത്ര തന്നെ നന്നായിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ മറ്റേ ഐബ്രോ പെൻസിൽ മറ്റേ ഗോൾഡൻ പാക്കേജിങ്ങിലൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഈ ഐലൈനർ നോക്കുകയാണെങ്കിൽ വളരെ വിലക്കുറവാട്ടോ. എന്തായാലും 200 താഴെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ നൈക്കയിൽ ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെയാട്ടോ ഞാൻ നല്ല വിലക്കുറവല്ലേ വിചാരിച്ച് കണ്ട് മേടിച്ചതാണ്. കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ. 2023 മാനുഫാക്ചറിങ്. 24, 25, 26, 27 4 വർഷം വരെ യൂസ് ചെയ്യാന്ന്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഗ്ലോസി ആണ് കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ട്. മറ്റേതുപോലെ അത്ര മാറ്റ് ഫിനിഷ് അല്ല. അപ്പോൾ ഗ്ലോസി ആയിട്ടുള്ള ഐലൈനർ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ, നന്നായിട്ട് നിൽക്കും. പിന്നെ എന്താ വെച്ചാൽ ചിലർക്ക് കുറച്ച് ഹൂഡഡ് ആയിട്ടുള്ള ഐസ് ആവില്ലേ, അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ചില ഐലൈനർ ഈ മേളിലത്തെ ഈ ഭാഗത്തായിട്ട് തട്ടും, അപ്പോൾ അവിടെ ഒരു കളറ് വരും. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തട്ടിയാലൊന്നും കുഴപ്പമില്ല. വൺസ് ഉണങ്ങി കഴിഞ്ഞാൽ അത് ഇൻടാക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡെയിലി ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ നേരത്തേക്ക് അങ്ങനെ നിൽക്കണം എന്നുള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഭയങ്കര ചെറുതല്ല, ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. ഇറ്റ്സ് വർത്ത് ഫോർ ദ മണി. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രഷ് ആണെങ്കിലും അതെ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ലേശം ഒന്ന് ഈ എൻ്റെ ടിപ്പിൽ തന്നെ ഒന്ന് മാറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിങ് ലൈനർ എഴുതാനും പറ്റും. കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒക്കെ അതങ്ങനെ നിന്നോളും. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തതാണ് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഇങ്ങനൊരു പാക്കേജിങ്ങിൽ, അതായത് 3 in 1 ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ ബ്ലഷ് ഉണ്ട്, കോൺടോർ ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്. ബ്ലഷിൻ്റെ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് പക്ഷെ ഇട്ട് വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ചേരുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഒരു പിങ്കാണ്. പക്ഷെ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. ലൈറ്റായിട്ട് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഐഷാഡോ ഇട്ടിടാനായിട്ട് നല്ല രസമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഹൈലൈറ്റർ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഷാംപെയിൻ ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ഫെയർ സ്കിൻ ടോണാണ് ചേരാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തെടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് മാത്രം ഇട്ടപ്പോൾ കുഴപ്പമില്ല. പിന്നെ കോണ്ടോർ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിനും അത്യാവശ്യം നമുക്ക് കോണ്ടോർ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റായിട്ട് ബ്രോൺസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വിലക്കുറവാണ്. കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും പിന്നെ അഫോർഡബിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ബ്രാൻഡ് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാവുന്നതുമാണ് കേട്ടോ. അടുത്തത് ഞാൻ ഇങ്ങനെ ഈ കൊറിയൻ വൈബ്സ് എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് പോൺസിൻ്റെ ഗ്ലോ ട്രാൻസ്ലൂസൻറ്റ് ഫേഷ്യൽ പൗഡറാണ്. നമ്മുടെ സാധാരണ പൗഡർ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തും ഇങ്ങനെ വലിയൊരു പിങ്ക് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു സ്കിൻ കളർ എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ള പൗഡറാണ്. കുറേ പേർക്ക് പൗഡർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പക്ഷെ തീരെ ഇഷ്ടമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ. ഇപ്പോൾ എനിക്ക് ഓൾറെഡി തന്നെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. ചിലപ്പോൾ ചില പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമല്ല പൗഡർ. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മേക്കപ്പ് സെറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. പൗഡർ ഇത്രയേ ഉള്ളൂ വെച്ചാലും ഇതിന് വിലയുണ്ട്. എന്ന് വെച്ചാൽ 350 അങ്ങനെയൊക്കെ. സാധാരണ പൗഡറിനൊക്കെ ഭയങ്കര വിലക്കുറവല്ലേ ഉണ്ടാവുക. ഇത് ട്രാൻസ്ലൂസൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാലും ചെറുതായിട്ടൊരു പിങ്ക് ടിൻറ്റ് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പൗഡർ ഇടുന്ന ഒരാളാണ്, ചെറിയൊരു ഇത് വേണം എന്ന് വെച്ചാൽ ഫേസിലൊരു കളറ് വേണം, ഒരു ബ്രൈറ്റ്നെസ് വേണം എന്നാണെങ്കിൽ നമുക്ക് പൗഡർ എടുത്തിട്ട് കയ്യിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ നല്ല മാറ്റ് ഫിനിഷ് അല്ലേ.
വലിയ കുഴപ്പമില്ല കേട്ടോ. മറ്റേ ഇങ്ങനെ സാധാരണ പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കില്ലേ പൗഡർ, അങ്ങനത്തെ ഒരു ലുക്കല്ല. പിന്നെ മണാണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള മണമാണ് കേട്ടോ. അപ്പോൾ പൗഡർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ സാധാരണ മറ്റേ വെള്ള കളറിൽ വരില്ലേ പൗഡർ, അതും അവൈലബിൾ ആണ്. അപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിനെക്കാളും മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ പാക്കേജിങ് വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നു ആ സമയത്ത്. പിന്നെ പ്രോഡക്റ്റ്, മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ പഴയ മൈക്ക് നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു, ശബ്ദത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം ഈ മൈക്കിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ നല്ല പുതിയ മഴയാണ്, മറ്റേ ഷീറ്റിലേക്ക് മഴ വീഴുന്ന ശബ്ദം നല്ലോണം കേൾക്കാണ്ട്. നമ്മുടെ മൈക്ക് എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ലാക്മി 9to5 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ ലൂമി ലിറ്റ് ക്രീം ഹൈലൈറ്റർ ഇൻ മോയ്സ്ചറൈസർ. നമ്മൾ പണ്ടത്തെ ഇറങ്ങിയിട്ടില്ല, അതുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാക്കേജിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് എന്തോ കളർ കുറച്ചും കൂടി പിങ്ക് ആയ പോലെ ഉണ്ട്. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈൻ ഉണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഷൈൻ ഉണ്ട്, അത് കേട്ടോ. ഒട്ടും ഓയിലി അല്ല. അപ്പൊ നമുക്ക് നമ്മുടെ മാക്കിന്റെ ഇതേപോലെ ഇല്ലേ, അയ്യോ സ്ട്രോക്ക് ക്രീം, അപ്പൊ അതിന്റെ ഒരു ഡ്യൂപ്പ് പോലെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് അഫോർഡബിൾ ആണ്, 299 രൂപ. ഇതൊരെണ്ണം മേടിച്ചോളൂ. ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്, കാരണം അത്രയൊന്നും ഓയിലി ആക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല. ഓയിലി സ്കിൻ ഉള്ളവരാകുമ്പോൾ ജസ്റ്റ് ഇവിടെയും മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം കൂടുതൽ നമുക്ക് ഓയിലി ആവുന്ന സ്ഥലങ്ങളിൽ ഈ ഭാഗം അങ്ങനെയൊക്കെയല്ലേ. ഈ ഭാഗത്തൊന്നും അങ്ങനെ ഓയിലി ആവില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഷൈൻ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഫേസ് മൊത്തം ഇടാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. അതായത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടതിന് ശേഷം. അപ്പൊ ഡ്യൂയി റോസ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. കുഴപ്പമില്ല, നല്ലൊരു പിങ്ക് ടിന്റ് ഉണ്ട്. ഡസ്കി ഡീപ്പർ സ്കിൻ ടോണും ചേരും കേട്ടോ. പിന്നെ അടുത്തത്, ഞാൻ എല്ലാ വീഡിയോയിലും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും വെച്ച് കാണിക്കാറുണ്ട്. ഇതിൽ നമ്മൾ കാണിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സിമ്പിളിന്റെ ഹൈഡ്രേറ്റിംഗ് ജെൽ ക്രീം ഫോർ 100 hours ഹൈഡ്രേഷൻ. 100 ഇത്തിരി ഓവറല്ലേ, പക്ഷെ എന്നാലും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നല്ല ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. കളറില്ല, പെർഫ്യൂം ഇല്ല, ഹാർഷ് കെമിക്കൽസ് ഇല്ല. അപ്പോൾ ഡ്രൈ സ്കിന്നും അതേപോലെ തന്നെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. സാധാരണ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ക്രീം കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ലേ കൂടുതൽ ഉണ്ടാവുക. ഇത് ജെൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് പറ്റിയെന്ന് വരില്ല കേട്ടോ. പക്ഷെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിന് ഇത്തിരിയെങ്കിലും ഇങ്ങനെ ഓയിലി ആക്കി അങ്ങനെ ഒന്നുമില്ല. വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈൻ ഉണ്ട്, നല്ല ഹൈഡ്രേഷൻ ഉണ്ട്, നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അടുത്തത് എന്തായാലും ഞാനൊരു ഇതും കൂടി കാണിക്കാം, സൺസ്ക്രീൻ കൂടി കാണിക്കാം. സൺസ്ക്രീൻ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ല കാര്യമാണ് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ പറ്റിയൊരു സൺസ്ക്രീൻ കിട്ടുന്ന വരെ നമ്മൾ മാറ്റി യൂസ് ചെയ്തേ മതിയാവുള്ളൂ. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എപ്പോഴും റേറ്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ആ ഒരു ടെക്സ്ചർ ഫിനിഷിന്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോഴും ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ, അക്വാലോജിക്ക സൺസ്ക്രീൻ ഇതൊക്കെ നല്ലതാണ്. ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ഇതൊക്കെ അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഹൈ എൻഡ് സൺസ്ക്രീൻസ് വേറെ ഉണ്ട്. നമ്മളിങ്ങനെ പോയി ഡൊമാറ്റോന്റെ അടുത്ത് നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത ചില സൺസ്ക്രീൻസ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഇങ്ങനെ ഇതേപോലെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാവുന്ന സൺസ്ക്രീൻസ് ആണെങ്കിൽ ഇത് ഭയങ്കര സൂപ്പർ. നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ആ ഒരു ബ്ലൂ പാക്കേജിൽ വരുന്ന സൺസ്ക്രീനിന് 300 സംതിങ്ങേ ഉള്ളൂ, പക്ഷെ നല്ലോണം പ്രൊട്ടക്ഷൻ തരികയും ചെയ്യും. നമുക്ക് റീഅപ്ലൈ ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ലാക്മേയുടെ 640 രൂപയുടെ സൺസ്ക്രീൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇങ്ങനെ ഒരു സിലിക്കൺ ടെക്സ്ചറുള്ള സൺസ്ക്രീനാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഒരു ഓയിലി ഫീൽ ഉണ്ടാവില്ല, നല്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും. അതാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറെ കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല പ്രൈമർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പോഴ്സ് ഒക്കെ സ്മൂത്ത് ആക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ ഒരു സൺസ്ക്രീനിന്റെ മാത്രം പ്രത്യേകതയല്ല, പകരം ഒരുവിധം ഇങ്ങനത്തെ സിലിക്കൺ ടെക്സ്ചറിൽ വരുന്ന സൺസ്ക്രീൻ ഉണ്ടല്ലോ, അതിന് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ സിലിക്കൺ ടെക്സ്ചറിലുള്ള ഒരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ
ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇതിപ്പോൾ SPF50 ഉണ്ട്, PA++ ഉണ്ട്, ഡ്രൈ ടച്ച് സൺസ്ക്രീൻ എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ റീകോളിൻ്റെ ഒക്കെ സൺസ്ക്രീൻ ഇല്ലേ, ആ ഒരു ടൈപ്പിൽ വരുന്ന സൺസ്ക്രീൻ ആണ് ഇത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ലാക്മേയുടെ ഈ അടുത്ത് വേറൊരു സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ദുരന്തമായിരുന്നു കേട്ടോ അത്. അതിനെക്കാട്ടിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇനി അടുത്തത് ഞാൻ വിഷ് കെയറിൻ്റെയും അതേപോലെ തന്നെ ബോഡി വൈസിൻ്റെ രണ്ട് ഈ ഡിയോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിയോഡ്രൻസ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ജിമ്മിൽ പോണ കാരണേ നമുക്ക് ആ ഒരു ഇത് പേഴ്സണൽ ഹൈജീൻ, അതല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു മണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വല്ലാണ്ട് വേർക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പെർഫ്യൂം കുറേ അങ്ങോട്ട് അടിച്ചാലും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ട്രിഗർ ആവും, അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലരിങ്ങനെ അടുത്ത് പോകുമ്പോൾ നല്ല മണമായിരിക്കും, പക്ഷെ എനിക്ക് പേഴ്സണലി അത് എനിക്ക് ഇഷ്ടം തോന്നാറുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ളവർ ചിലപ്പോൾ ഇങ്ങനെ പറയാം, എന്തിനാണ് ഇങ്ങനെ ഇടുന്ന, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കണമെന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, നല്ല മണം ഉണ്ടാവുക എന്നുള്ളത് ഒരുപാട് നല്ല കാര്യമാണ്. പക്ഷെ അതേസമയം ഭയങ്കര കുത്തണ മണമാകുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതും നമ്മളൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വിഷ് കെയറിന്റെ നോക്കുകയാണെങ്കിൽ അണ്ടർ ആം റോൾ ഓൺ, ഇതില് 5% AHA ഉണ്ട്, 3% കോജിക് ആസിഡ് ഉണ്ട്, ഹൈറോണിക് ആസിഡ് ഉണ്ട്, ലിക്വറൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ബോഡി വൈസിന്റെ 4% AHA ആണ് കേട്ടോ. AHA BHA അണ്ടർ ആം റോൾ ഓൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഈ ബോഡി വൈസിന്റെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതില് അതായത് വിഷ് കെയറിന്റെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ മണം നോക്കുകയാണെങ്കിൽ ബോഡി വൈസിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മണമാണ്. നമ്മുടെ ഈ ഒരു പൗഡറിന്റെ ഒക്കെ ഒരു മണം പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു രീതിക്കാണ് എനിക്ക് ഇത് നമ്മള് സാധാരണ പൗഡർ മേടിച്ചിട്ട് ഇങ്ങനെ മുഖത്തിട്ടില്ലേ, സാധാരണ വെള്ള പൗഡർ, അതിന്റെ ഒക്കെ ഒരു മണം പോലെ തോന്നുന്നു. വിഷ് കെയറിന്റെ ആണെങ്കിൽ കുറച്ചൊരു ആഫ്റ്റർ ഷേവ് ലോഷന്റെ മണമാണ് തോന്നുന്നത്. അപ്പൊ അത് ഒരാളുടെ ഇഷ്ടം പോലെ ഇരിക്കട്ടെ, ഏതാണ് നന്നാവാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഏതാണ് നല്ലത്. കാരണം ഒരാളുടെ മണത്തിന്റെ ഒരു പ്രിഫറൻസിനനുസരിച്ചിട്ടാവുമല്ലോ. പിന്നെ ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം എനിക്ക് സിമിലർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കുറേ കാലം യൂസ് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് രണ്ടും ഒരു മാസമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് രണ്ടും ഓരോരോ മാസം വീതം യൂസ് ചെയ്തു കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അണ്ടർ ആംസിന്റെ ഡാർക്ക്നെസ് ഇത് കാരണം കുറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ മണം എന്താ വെച്ചാൽ അണ്ടർ ആമിൽ അപ്ലൈ ചെയ്താലാണ് സ്വെറ്റിന്റെ ആ ഒരു മണം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മറ്റേ ഡ്രസ്സിലടിക്കുന്ന പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിലടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും സ്വെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഡ്രസ്സിൽ പെർഫ്യൂം മാത്രം അടിച്ചിട്ട് കാര്യമില്ല. ഇതാവുമ്പോൾ നമ്മൾക്ക് നേരിട്ട് അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യണ കാരണം ആ വേർപ്പിന്റെ ഇതൊന്ന് നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുക. അതിന്റെ കാര്യത്തിൽ ഇത് രണ്ടും നല്ലതാണ്. ഞാൻ പറയണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിലയും കൂടെ ഞാൻ രണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ. അപ്പൊ ഏതാണ് പെട്ടെന്ന് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്താലും മതി. രണ്ടും വളരെ സിമിലർ ആയിട്ടാണ് തോന്നിയത് എനിക്ക് ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ. ഡിയോ യൂസ് ചെയ്ത നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു ട്രീറ്റ്മെന്റ്സ് എടുക്കാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ലേസർ വേണമെങ്കിൽ, അതായത് അണ്ടർആംസ് മാത്രമല്ല, ഞാൻ കാലുമലത്തെ കൈമലത്തെ ഒക്കെ ലേസർ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്, ഹെയർ റിഡക്ഷൻ. അപ്പൊ അതായത് നമ്മുടെ ഇങ്ങനെ ഓരോ തവണ ഓരോ സെക്ഷനിൽ പോകുമ്പോൾ ഇങ്ങനെ സെഷൻസ് എടുക്കുമ്പോൾ ആ ലേസർ ഉപയോഗിക്കും. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് കടത്തി വിടുകയാണ്. അപ്പോൾ പിഗ്മെന്റ്സ് നോക്കിയിട്ട് ബ്ലാക്ക് പിഗ്മെന്റ്സിനെ അത് നശിപ്പിച്ച് കളയാണ് ചെയ്യണത്. പേര് പറയണ പോലെ തന്നെ റിഡക്ഷൻ എന്നാണ് കേട്ടോ ലേസർ. നമ്മളൊരു 8 to 10 സെഷൻസ് എടുത്താൽ മാത്രമേ പൂർണ്ണമായിട്ട് എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. എന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയോ. ഇപ്പൊ എന്റെ അണ്ടർ ആംസിന്റെ 9 to 10 സെഷൻ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ ഇനി ചെയ്യുന്നില്ല കേട്ടോ അണ്ടർ ആം ഹെയർ റിഡക്ഷൻ. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹെയർ റിമൂവൽ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഹെയർ ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം ഷേവിങ്, അതായത് റേസർ യൂസ് ചെയ്യണേ ഇല്ലല്ലോ. അപ്പൊ ആ രീതിയിൽ എനിക്കൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ വ്യത്യാസം. എൻ്റെ അണ്ടർ ആം ഇതിൽ വ്യത്യാസം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒന്ന് ഹെയർ റിഡക്ഷൻ ചെയ്തു, അതുകൊണ്ട് തന്നെ പിന്നെ ഷേവ് ചെയ്യുന്നില്ല.
പിന്നെ ഞാൻ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ഇല്ലേ, ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ്, അത് ഞാൻ ആഴ്ചയിൽ 3 തവണ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഇടയ്ക്കൊന്ന് സ്ക്രബ് ചെയ്യും, ആഴ്ചയിൽ ഒരിക്കൽ വല്ല കാപ്പിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് സ്ക്രബ് ചെയ്യും. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യും നിർബന്ധമായിട്ട്. ഇപ്പൊ തുടങ്ങിയ ശീലമുണ്ട്, പക്ഷെ അതെങ്കിൽ നല്ലോണം ഹെൽപ്പ് ആവുന്നുണ്ട് എനിക്കുണ്ടല്ലോ. അതും കൂടി ഞാൻ ഇതിന്റെ ഒപ്പം ഒന്ന് പറയാട്ടോ. ബോറടിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാ. എനിക്കിങ്ങനെ സ്കിൻ അലർജി ഈ ഇതില്ലേ, അതായത് ഉള്ളില് തൈസിന്റെ അവിടെ തൊടയുടെ ഉൾഭാഗത്ത് ഈ വേനൽക്കാലത്ത് ഭയങ്കര അലർജി വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തിട്ട് നമ്മളിങ്ങനെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഞാൻ ഷോർട്സ് നിർബന്ധമായിട്ട് ഇടും. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുൾ കവേർഡ് ആണ്, ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ആണ് ഇടുന്നത്. അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടും എനിക്ക് പൊതുവെ എന്റെ സ്കിൻ കുറച്ച് പ്രശ്നമുള്ള സ്കിന്നാണ്. അങ്ങനത്തെ ഈ അലർജീസ് എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഈ സ്കിൻ പീൽ ഓഫ് ചെയ്ത് പോവുക അങ്ങനത്തെ ഒക്കെ അസുഖം ഓൾറെഡി ചെറുപ്പം മുതലേ ഉള്ളതാണ്. ആദ്യമായിട്ടാണ് എന്തൊക്കെ ഈ തൈസിന്റെ ഭാഗത്തൊക്കെ വരണം. എന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു കേട്ടോ. അപ്പൊ ഡോക്ടർ എനിക്കൊരു ഓയിൽമെന്റും മരുന്നും തന്നു. അപ്പൊ ഞാൻ അത് എന്റെ കൈമലത്തെയും പിന്നെ ഈ മൂക്കിന്റെ അവിടെയൊക്കെ വരുന്നത് എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടർ പണ്ട് തന്നിട്ടുള്ള ഓയിൽമെന്റ് ഒക്കെ തേച്ച് ഇതാക്കാം. പക്ഷെ ഇത് ഉള്ളിലത്തെ ഇതല്ലേ, നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ചൊറിച്ചിലും ഉണ്ട് കേട്ടോ, ആദ്യം വൃത്തിയുടെ ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ തന്ന ഓയിൽമെന്റ് തേച്ചു. അപ്പൊ ആദ്യം കുറച്ച് കുറവ് തോന്നി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ പിന്നെന്താ വെച്ചാ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുമന്ന വലിയ വലിയ കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പൊ ശരിക്കും ഇങ്ങനെ ആളുകൾക്ക് മുഖത്തൊക്കെ ആക്നെ വരില്ലേ, അതുപോലെ. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ വരണം. എനിക്ക് മുഖത്ത് തന്നെ അങ്ങനെ വരാറില്ല, ഇത് ഫുൾ തൊടയുടെ ഭാഗത്ത് മുഴുവൻ. ഇത് ഭയങ്കര വേഴ്സ് കണ്ടീഷൻ. അപ്പൊ ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ആ ഓയിൽമെന്റ് കാണിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇതാണ് ഞാൻ യൂസ് ചെയ്തതാണ്. ഡോക്ടർ പറഞ്ഞു അയ്യോ ഇതിൽ സ്റ്റെറോയിഡ്സ് ഒരുപാടുള്ള ഓയിൽമെന്റ് ആണ്, അപ്പൊ എന്താ ഇങ്ങനെ ഇത്രയും ഒരു സെൻസിറ്റീവ് ഏരിയയില്, എന്നുവെച്ചാൽ തൊടയുടെ അവിടെ മാത്രമല്ല മുകളിലേക്കും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സെൻസിറ്റീവ് ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിയാക്ഷൻ ആയിട്ട് വന്നിട്ടുള്ള ആക്നെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ വെച്ചാൽ പിന്നെ എനിക്ക് വേറെ ഓയിൽമെന്റ് തന്നിട്ട് ഇപ്പൊ നല്ല ഭേദമൊക്കെ ഉണ്ട്, പക്ഷെ അത് മാറാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. ആ ആക്നെ മാറാനും അത് കാരണം വന്നിട്ടുള്ള പാടുകൾ മാറാനും ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മാസം എടുത്തു. മറ്റേ ഡോക്ടർ തന്ന മൈൽഡ് ആയിട്ടുള്ള ഓയിൽമെന്റ് ആയിരുന്നു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാൽ ഈ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് ബോഡി യൂസ് ടു ആയ കാരണം ഞാൻ ആ സമയത്ത് മണാലിയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓയിൽമെന്റും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയും നാള് സ്റ്റെറോയിഡ്സ്, അത് 1.5 മാസം ഈ സ്റ്റെറോയിഡ്സിന്റെ യൂസ് ചെയ്തിട്ടുള്ള കാരണം മറ്റേതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ അത്ര ഏൽക്കില്ല. അപ്പൊ കുറച്ച് സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓയിൽമെന്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് മാറ്റം വന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പൊ ഈ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീംസിനെ കുറിച്ച് അതും ഈ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ, അതിലും ഈ സ്റ്റെറോയിഡ് കണ്ടന്റ് ആണ് ഉള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് ഉള്ളതായിട്ട് കാണും, ശരിയാണ്, വെളുക്കണ പോലെ ഉണ്ടാവും. പക്ഷെ പിന്നീടാണ് സ്കിൻ വളരെ തിന്നായി സ്കിൻ പീൽ ഓഫ് ചെയ്ത് പോയിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര ആക്നെ വരും, ഭയങ്കര സെൻസിറ്റീവ് ആവും. നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ ബേൺ ആവാൻ തുടങ്ങും. അതാണ് ഈ സ്റ്റെറോയിഡ്സ് ഉള്ള ക്രീമിന്റെ ഭയങ്കര പ്രശ്നം. സ്റ്റെറോയിഡ്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടന്റ് ഉള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കാണിച്ചപ്പോൾ അത് ഡോക്ടർക്ക് അറിയാലോ, അങ്ങനെ യൂസ് ചെയ്യണത് ഓക്കെ. അതല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന റാൻഡം ക്രീംസ് ഒന്നും ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്ത് ഞാൻ ശരിക്കും എനിക്ക് ആ ആക്നെ കണ്ടിട്ട് ഈ തൊടയുടെ ഭാഗത്തൊക്കെ ഫുൾ ഇങ്ങനെ ചുമന്ന തടിച്ച് കുരുക്കളാണ്. എനിക്ക് പേടിയായി ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല വേദനയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത് മനസ്സിലാക്കിയതും അതുപോലെ ഡോക്ടർ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വലിയ ആള് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയും. പക്ഷെ അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. വർക്ക്ഔട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, റെഗുലർ ആയിട്ടൊരു നല്ലൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, രാത്രിയാണെങ്കിൽ ഒരു നൈറ്റ് ക്രീം, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെയർ ചെയ്യാവുന്നതാണ്.
ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് മതി, വേറെ പലതിന്റെ ആവശ്യം വരുന്നുണ്ടാവില്ല. പക്ഷെ എന്നിട്ടും നമുക്ക് ആക്നെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് കോസ് ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. അതായത് എന്താണ് നമ്മുടെ പ്രശ്നം, PCOD PCOS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാണ്, റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും അതേപോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുകയും നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയില്ല, ഭയങ്കര ഒരുപാട് ജങ്ക്സ് ഒന്നും കഴിക്കാണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറും. അപ്പൊ തന്നെ ആക്നെയുടെ കാര്യങ്ങളിലൊക്കെ കുറെ മാറ്റങ്ങൾ വരും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ട് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എനിക്ക് ഇതും കൂടി പറയണം തോന്നി. അപ്പൊ ഞാൻ എവിടെ നിന്നാ പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിയോഡ്രന്റിനെ കുറിച്ചിട്ടാണ്. അപ്പം എൻ്റെ അണ്ടർ ആംസിന്റെ ഇത് കുറഞ്ഞത് ലേസറും കൂടി ഇതുണ്ട് എന്ന് കരുതി ലേസർ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. എനിക്ക് ജോലിയുടെ ആവശ്യം കൂടി കൊണ്ട് എനിക്ക് എപ്പോഴും ഷേവ് ചെയ്ത് ഞാൻ എപ്പോഴും ഇടുന്ന ഡ്രസ്സ് പലപ്പോഴും സ്ലീവ്ലെസ്സും അങ്ങനെയൊക്കെ ആവില്ല. അപ്പൊ എനിക്ക് അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആവുമെന്ന് തോന്നി. അത് ശരിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് അത് കൺവീനിയന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അത് ഒരിക്കലും ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇത് ഡിയോഡ്രന്റ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അതെ വേർപ്പും മണം ഒന്നും തന്നെ ഉണ്ടാവാറില്ല. നന്നായിട്ട് അത്യാവശ്യം ഒരു 4-5 മണിക്കൂർ ഗുഡ് ടു ഗോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യാനും നല്ലതാണ്. അടുത്തത് ഇത് റിനയുടെ ഓയിൽ പുള്ളിങ് സ്റ്റിക്ക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വില വന്നിട്ടൊരു 200-250 രൂപയൊക്കെയാണ് ഉണ്ടാവുക. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് ശരിക്കും ഭയങ്കര നല്ലതാണ്. കുറേ പേർക്കുള്ള പ്രശ്നമാണ് ഇങ്ങനെ നമ്മൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അതെ ഭയങ്കരമായിട്ട് ഈ ഭാഗമൊക്കെ ഓയിലി ആവില്ലേ. അപ്പൊ നമ്മൾ മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇത് വെച്ചിട്ട് കുറച്ച് കട്ടിയാണ്, പക്ഷെ അത് വർക്ക് ആവും. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻ കേസ് ഇങ്ങനെ കുറച്ച് പിരിപിരാന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്ത് അത് പക്കയാണ്. എനിക്കിത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കര മാറ്റായിട്ട് നിൽക്കും. ഓയിലി സ്കിന്നുകാർക്ക് ഇതൊരു സൂപ്പർബായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചിലർക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അതെ ഈ ഭാഗം ഇങ്ങനെ ഓയിലി ആയിട്ടുണ്ടാവും, പക്ഷെ അത് ഭയങ്കര നല്ലതായിട്ട് നല്ലൊരു ഗ്ലോയി. എനിക്കിഷ്ടം. എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തോണ്ടായിരിക്കും എനിക്കിഷ്ടം. പിന്നെ ഈ ഓയിലി സ്കിന്നുള്ളവർ വിഷമിക്കണ്ട കേട്ടോ. അവർക്ക് ഈ ചുളിവുകൾ വരാൻ വൈകുന്ന പറയുന്നത് ഡ്രൈ സ്കിന്നിനെക്കാട്ടും എന്നാണ് പറയാ, അറിയില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഇങ്ങനെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഭയങ്കര വിഷമല്ലേ, അയ്യോ കണ്ടോ പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും നല്ലതാ അത്, ഡോണ്ട് വറി. ഡ്രൈ സ്കിന്നുകാരും വിഷമിക്കണ്ട, അതും നല്ലതാണ്. എല്ലാവരുടെയും നല്ലതാ, ഇന്നത് നല്ലത് ഇന്നത് ഇതൊന്നും ഇല്ല. നമ്മൾ കറക്റ്റ് അതിന് വേണ്ട പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോർമൽ സ്കിന്നുള്ളവർക്കും ഇത് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്താൽ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോവാ ഓയിലി സ്കിന്നുള്ളവർക്കാണ്. ഒരു 250 റുപ്പീസ് അല്ലേ. പിന്നെ ഇത് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാം. ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഓയിലി ആവുന്ന ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ടായിരുന്നു, അത് ഇതിലേക്കായി. മേക്കപ്പിന്റെ മീതെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതൊന്ന് തുടച്ചാൽ മതി, ഒന്ന് വൈപ്പ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. നല്ല പ്രോഡക്റ്റ് ആണ്, വിലയും കുറവാണ്, കുട്ടി പ്രോഡക്റ്റ് ആണ്. റീനയുടെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നല്ലതാണ് കേട്ടോ. ചിലതൊക്കെ പൊട്ടിയ, പക്ഷെ ചില പ്രോഡക്ട്സ് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്യൂ പ്രോഡക്ട്സ് റിവ്യൂ. അപ്പൊ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. ഈ 2 ഡിയോഡ്രന്റ് ഇല്ല, ഏത് മേടിച്ചാലും കുഴപ്പമില്ല. മണം മാത്രം ഇപ്പോൾ നമുക്കൊരു ആഫ്റ്റർ ഷേവ് അങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവും കൂടുതൽ നന്നാവുക. ഇത് വേറൊരു ടൈപ്പ് മണമാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് അണ്ടർ ആംസിന്റെ ഡാർക്ക്നെസ് ഒന്ന് കുറയ്ക്കാൻ പറ്റിയാൽ നല്ലതാണല്ലോ. അതിന്റെ കൂടെ നമ്മൾ അതിനൊരു പ്രോപ്പർ കെയറും കൊടുക്കണം കേട്ടോ. പിന്നെ ഐലൈനർ, ഇത് മസ്റ്റ് ബൈ ആണ്. എന്തായാലും ഇത് മേടിച്ചോളൂ കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിന് അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.